എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ 2 ദിവസത്തെ ഇന്നത്തെ നമ്മളെ ഉച്ചഭക്ഷണം എന്നുവെച്ചാൽ രണ്ടും ഒരു വെറൈറ്റി ഉച്ചഭക്ഷണങ്ങളാണ്, നോൺ വെജ് വിഭവങ്ങളാണ്. അപ്പോൾ അതാണ് ആ 2 ദിവസത്തെയും നമുക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ഇതിവിടെ 1/2 കിലോ ചിക്കൻ ഒന്ന് വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ചേരുവകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി തോലിയെത്താനുള്ളതൊക്കെ ഒക്കെ തോലിയൊക്കെ കളഞ്ഞ് ഇതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് കിഴങ്ങ് തന്നെ ഞങ്ങൾക്ക് ചിക്കൻ കറിയിൽ പ്രത്യേകിച്ച് മസാല കറികളിലൊക്കെ ഇഷ്ടമാണ്. അത് രുചി വേറെയാണ്. അപ്പോൾ അതും ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. ഒക്കെ നമുക്ക് വേണ്ടതൊക്കെ ഇവിടെ നുറുക്കി വെച്ചു. നമുക്ക് ഈ ചെമ്പിലാണ് ഇതിലാണ് നമ്മൾ പാത്രം കഴുകിയെടുത്തു. ഇതാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത്. നമുക്ക് ഏതായാലും ഞാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങനെ വഴറ്റി ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഏതായാലും അടച്ചേക്കാം നമുക്ക്. അപ്പം ഞാൻ ഏതായാലും ഗ്രീൻ ടീ ഉണ്ടാക്കാണ്. നമ്മൾ ഏതായാലും ഗ്രീൻ ടീ കുടിക്കട്ടെ. ചിക്കൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിന് ഇങ്ങനെ ഉണ്ടായതാണ് വെള്ളം. അപ്പോൾ പാകം നമ്മൾ പൊറോട്ട കൊണ്ട് ഈ ഒരു പാകം ഇടട്ടെ.
അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പതിവ് ഉച്ചമയക്കത്തിന് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് പതിവ് ഉച്ചമയക്കം. ഇപ്പോൾ ഒരു 3 മണിയാകുമ്പോഴേ എണീക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വിശേഷം ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷത്തേക്ക് കടക്കായി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മുട്ടക്കറിയാണ്. അതിനുള്ള ചേരുവകൾ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ചെറിയ ഉള്ളിയാണ്, നല്ല വലുപ്പമുള്ളതാണ്. ഇതാണ് ഇപ്പോൾ കറക്കി എടുക്കുന്നത്, വലിയ ഉള്ളിയല്ല. നമുക്ക് എന്തായാലും ഉള്ളി ഒന്നുകൊണ്ട് അരിഞ്ഞെടുക്കാം. മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. നമുക്ക് അങ്ങനെ വെന്ത് വരുന്നുണ്ട് നമ്മളെ മുട്ടക്കറി. ഇത് വെച്ച് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട്, മസാലപ്പൊടി ഇല്ല. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് അതിൽ ചേർത്തു. അതിനാകുമ്പോൾ നല്ല ടേസ്റ്റാണ്, തേങ്ങയും കൂടി ഉണ്ടാകുമ്പോൾ. ഇനി നമുക്ക് 2 കോഴിമുട്ട അതിൽ പുഴുങ്ങിയത് ചേർക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഇന്ന് ചപ്പാത്തിയാണ്. മുട്ടക്കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തി. പിന്നെ എനിക്കും അമ്മയ്ക്കും ഉള്ളത്, അമ്മയ്ക്ക് ചോറുണ്ട്, എനിക്ക് പിന്നെ ചപ്പാത്തി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 ഉണ്ടാക്കുന്നുണ്ട്. 4 ഞാൻ കഴിക്കും. ഉച്ചക്കല്ലേ, ഉച്ചയ്ക്ക് നമ്മൾ കാര്യമായിട്ട് ഒന്ന് കഴിക്കണ സമയമാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഒന്നും മതി. അമ്മയ്ക്ക് പിന്നെ ചോറാണ് കൂടുതലിഷ്ടം ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മളേതായാലും കഴിക്കായി. നമുക്കിതാ ചോറ് അതും കൊടുക്കാം. നമ്മളെ മുട്ടക്കറി പിന്നെ ഇപ്പോൾ ലേശം പുളിയിഞ്ചിയുണ്ട്. ഇപ്പം ഇങ്ങനെ നമ്മളെ ചപ്പാത്തി മുട്ടക്കറി. ഈ ചപ്പാത്തിയും ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. അത് പൊറോട്ടയും ചിക്കൻ കറി രസമാണ്, പക്ഷെ എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പിനേഷൻ. ഇങ്ങനെ അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ച് അമ്മ പതിവ് പോലെ മയക്കത്തിലായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ 2 ദിവസത്തെ വെറൈറ്റി ഉച്ചഭക്ഷണ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.